Now Elsa is going to present the topic on illustrating with example. We will invite Elsa for her presentation. Okay, thank you, ma'am. Start it, ma'am. Sure, you can. Good afternoon to one and all present over here. Through the previous presentations, we learned what is micro-teaching and what are its steps, and also learned about two micro-teaching skills, such as set induction and explanation. Today, I would like to introduce another skill called skill of illustrating with example. Ma'am, കാണാവോ? Yes. Okay. Yes, you can proceed, Elsa. Skill of illustrating with example. This skill is defined as the art of judicious selection and proper presentation of suitable examples in order to generalize a concept, idea or principle. അതായത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഉചിതമായിട്ടുള്ള എക്സാമ്പിൾ ഉപയോഗിച്ച് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കിൽ ഓഫ് ഇല്ലുസ്ട്രേറ്റിംഗ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. The teachers are sometimes unable to convey the true meaning of certain abstract concept. This type of difficulty can be solved by using the skill of illustrating with examples. Here, the teacher can use a personal and specific example to illustrate the content of the topic. ഇപ്പം പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ കൺസെപ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ഉപയോഗിച്ചോ ആ കണ്ടന്റിനെ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. A student can easily understand the concept while teacher teaches through different diagrams, explanations and some examples. ഒരു ടീച്ചർ പലതരത്തിലുള്ള ഡയഗ്രാംസ് എക്സാമ്പിൾസ് ഉപയോഗിക്കുന്നത് വഴി കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. Then objectives of skill of illustrating with example. To make lesson interesting. To relate known knowledge to unknown knowledge. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോൺ ആയിട്ടൊരു നോളജ് യൂസ് ചെയ്തുകൊണ്ട് അൺനോൺ നോളജിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ സ്കില്ല് ഹെൽപ്പ് ചെയ്യും. Then to make complex things easy and interesting. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ആ കൺസെപ്റ്റ്. ടു മേക്ക് ദ യൂസ് ഓഫ് മൾട്ടിപ്പിൾ സെൻസസ് ഓഫ് ഫ്രണ്ട്സ് ഓഫ് സ്റ്റുഡൻസ്. അതായത് വൺ ടൈമിൽ മൾട്ടിപ്പിൾ സെൻസസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു എക്സ്പീരിമെന്റ് ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പീരിമെന്റ് നമുക്ക് കാണാം, ടീച്ചർ പറയുന്നത് കേൾക്കാം. ഇപ്പം ഒരു അമോണിയ സൊല്യൂഷൻ നമ്മൾ എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പഞ്ചിന്റെ സ്മെല്ല് നമുക്ക് വരും. അപ്പം അതുപോലെ പല സ്മെല്ല് സെൻസ് ചെയ്യുക. അപ്പം മൾട്ടിപ്പിൾ സെൻസസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് skill of illustrating with examples help ചെയ്യും. Then come to components. First one, formulating simple example.
A simple example is one which is related to the previous knowledge of people. It should be according to the age level and grade level of student. അതായത് പ്രീവിയസ് ആയിട്ടുള്ളൊരു നോളജ് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന ഒരു നോളജ് ആണെങ്കിൽ അത് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരിക്കണം നമ്മൾ ഫോമുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആൾസോ കൺസിഡർ ദ ഏജ് ആൻഡ് ഗ്രേഡ് ലെവൽ ഓഫ് സ്റ്റുഡൻസ് വൈൽ ഫോമുലേറ്റിംഗ് എക്സാമ്പിൾ. Then formulating relevant example. An example is relevant to the concept when the concept or the rule can be applied to it. This means to say that the rule is explained by the example. ഒരു എക്സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്തു, ഒരു എക്സാമ്പിൾ ചൂസ് ചെയ്ത് ഒരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു റൂളോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾ ആ കൺസെപ്റ്റിന് റെലവെന്റ് ആയിരിക്കണം, അതായത് സ്യൂട്ടബിൾ ആയിട്ടൊരു എക്സാമ്പിൾ ആയിരിക്കണം. That is, the rule can be explained completely by using that example. ആ എക്സാമ്പിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ സ്യൂട്ടബിൾ അല്ലെ റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കണം. അത് ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന റൂൾ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ പറ്റണം. ഇറലവന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അത് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. Then formulating interesting example. An example is interesting if it can arouse curiosity and interest of people. This can be judged by attending behavior of students. കുട്ടികളിൽ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിൾസ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്നത്. That we should formulate interesting examples which create curiosity in students. Then use of appropriate media for examples. We can illustrate examples using different media. നമ്മൾ പല മീഡിയാസ് ഉപയോഗിച്ച് എക്സാമ്പിൾസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ നോക്കും, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, അങ്ങനെ പലതരത്തിൽ ഉള്ള മീഡിയാസ് യൂസ് ചെയ്ത് എക്സാമ്പിൾസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. The classification of the media depends on the age level, maturity and nature of the concept. കുട്ടികളുടെ ഏജ് ലെവൽ, അവരുടെ മെച്യൂരിറ്റി, നമ്മൾ എടുക്കുന്ന കൺസെപ്റ്റിന്റെ നേച്ചർ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. There are two types of media, verbal media and non-verbal media. Verbal means examples, anecdotes, story, examples of comparisons. അതായത് വെർബലി ആയിരിക്കും ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ആ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് എക്സാമ്പിൾസ് കമ്പയർ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നോൺ വെർബൽ അപ്രോച്ച്, അതായത് നോൺ വെർബൽ അപ്രോച്ചിൽ മോഡൽസ്, ചാർട്ട്സ്, ഡയഗ്രാംസ്, മാപ്സ് ഒക്കെ യൂസ് ചെയ്യാം. റിയൽ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ബൈ എക്സാമ്പിൾസ് ബൈ ഫിലിംസ് ഓർ മൂവീസ്, അല്ലെങ്കിൽ ഫിലിംസിലോ മൂവീസിലോ ഒക്കെ എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് ആ കൺസെപ്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Then next, use of inductive and deductive approach for example. Inductive ആയിട്ടോ two types of approach use ചെയ്യും, inductive and deductive approach. Deductive means general to specific. Inductive means specific to general. അപ്പം ഒരു ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ്, ഒരു കൺസെപ്റ്റുമായിട്ടോ റൂളുമായിട്ടോ ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് തരും. ആ എക്സാമ്പിൾസിലൂടെ കുട്ടികൾ ആ റൂള് ഫോമുലേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. That is, the teacher giving examples relating to the concept or rule. The people on the basis of examples given formulate the rule. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് ഈ റൂള് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കും. അതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ടീച്ചർ ആസ്ക്സ് ദ പീപ്പിൾ ടു ഗിവ് എക്സാമ്പിൾ ടു ടെസ്റ്റ് വെദർ ദ പീപ്പിൾ ഹാവ് റൈറ്റ്ലി അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ് ഓർ നോട്ട്. ദെൻ അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് എക്സാമ്പിൾസ്, റെലവെന്റ് ആയിട്ടുള്ള, സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് നമ്പറിലുള്ള എക്സാമ്പിൾസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. Then understanding of concepts. So ഇത്രയാണ് skill of illustrating with examples. Thank you. I invite our participants to clear your doubts regarding illustrating with examples to Elsa.
ഹലോ എൽസ, ആ. ഈ ഇലിസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾ എന്ന് പറയുന്ന സ്കില്ല് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ ഇതിന്, ഈ ഒരു സ്കില്ലിന്? ഈ ഒരു സ്കില്ലിന് ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ കുറച്ച് അതോറിറ്റേറ്റീവ് ആയിരിക്കും. സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേഷൻ ഒക്കും, എന്നാലും കുറച്ചുകൂടെ സെൻസ് ഓഫ് അതോറിറ്റി ടീച്ചറിനായിരിക്കും കൂടുതൽ. ഓക്കെ ഓക്കെ. Any more doubts? Hello, Elsa. ഓക്കെ. എൽസ, ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ് അപ്രോച്ചും പറഞ്ഞല്ലോ എക്സാമ്പിൾസിന്റെ കാര്യത്തില്, അതൊന്നുകൂടെ ഒന്ന് പറയാമോ? ഇൻഡക്റ്റീവ് അതായത് ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ഇപ്പം ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു റൂള് ടീച്ചറിന്റെ മനസ്സിലുണ്ട്. അപ്പം ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് കുട്ടികളെ അതിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കും. ദെൻ അതാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് അവർക്ക് ആ റൂള് മനസ്സിലായോ എന്ന് ടീച്ചർ ടെസ്റ്റ് ചെയ്യും. അതിനാണ് ഡിഡക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബേസിക്കലി ഇലസ്ട്രേറ്റിംഗ് എക്സാമ്പിൾസിന് 5 സബ്സ്റ്റൻസ് ആണുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് സിമ്പിൾ ആയിരിക്കണം, റെലവെന്റ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഈ എക്സാമ്പിൾ യൂസ് ചെയ്യാൻ വേണ്ട അപ്രോപ്രിയേറ്റ് മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഈ പറഞ്ഞ ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ചിൽ ഏതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്. Okay, Elsa, you conducted the seminar nicely, very clearly, and I think all of you understood the topic.